ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ. ഞങ്ങളെ സിനിമ കാണാൻ കയറ്റി വിടൂ പ്ലീസ്. ശരി ശരി, നിങ്ങൾക്ക് അകത്തേക്ക് പോകാം. ഹൂറേ! ഒടുവിൽ നമുക്ക് സിനിമ കാണാനും കുറച്ച് പലഹാരങ്ങൾ കഴിക്കാനും പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോൾട്ടിസേഡ്സും ഫാൻഡയും. എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ്. M&M's എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് മാർമലേഡ് പുഴുക്കളെ ഒരുപാട് ഇഷ്ടമാണ്. ഓ പെൺകുട്ടികളെ, നിങ്ങൾക്ക് തിയേറ്റർ ഇങ്ങനെ വൃത്തികേടാക്കാൻ കഴിയില്ല. കാവൽക്കാരനായ മൈക്ക് ഇത് കാണുമ്പോൾ ഞെട്ടിപ്പോകും. ഓ വേണ്ട, നമുക്ക് സംസാരിക്കണം. ഇവിടെ നിന്ന് പുറത്തു പോകൂ. എല്ലാവരും പുറത്തേക്ക്. ഓ, നിങ്ങൾ മൈക്കിന് ദേഷ്യം പിടിപ്പിച്ചു. അവൻ തീർച്ചയായും നിങ്ങളെ ഇനി ഇവിടെ കയറ്റില്ല. ഭക്ഷണവും മധുര പലഹാരങ്ങളും പാടില്ല. അതാണ് പുതിയ നിയമം. ഹായ്, ഇതാ എന്റെ ടിക്കറ്റ്. മാഷ്മലോസ് ഒരിക്കലുമില്ല, ഇത് നടക്കില്ല. മധുര പലഹാരങ്ങൾ എനിക്ക് തരൂ. ഇപ്പോൾ നിങ്ങൾക്ക് അകത്തേക്ക് പോകാം. നിങ്ങൾ വളരെ മോശക്കാരനാണ്. വലിയ കാര്യം. ഹേയ്, നിൽക്കൂ. മധുര പലഹാരങ്ങളുമായി നിങ്ങൾക്ക് സിനിമയ്ക്ക് പോകാൻ കഴിയില്ല. അവനോട് പറയൂ ഫ്രാങ്ക്. ഓ, അതാണോ സിനിമയിലെ പ്രധാന നടി? ഓ, എന്നോട് ക്ഷമിക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് അകത്തേക്ക് പോകാം. ശരിക്കും? എനിക്കും അങ്ങനെ വേണം. പക്ഷേ ഞാനത് എങ്ങനെ ചെയ്യും? ശരിയാണ്, ഞാൻ രണ്ടാമത്തെ നടിയായ ഈനിഡായി വേഷം മാറാൻ പോകുന്നു. ഹേയ്, തിയേറ്ററിൽ മധുര പലഹാരങ്ങൾ കഴിക്കാൻ പാടില്ല. ഞാൻ പ്രധാന നടിമാരിൽ ഒരാളാണ്. എന്നെ കടത്തിവിടൂ. ഓ, മറ്റൊരു നടി. അപ്പോൾ അത് ആരാണ്? നിങ്ങൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? എന്നെ കടത്തിവിടൂ. എന്താണ് കാര്യം? നീ എന്തിനാണ് എന്നെ പോലെ വസ്ത്രം ധരിച്ചിരിക്കുന്നത്? ഞാനാണ് യഥാർത്ഥ നടി. അല്ല, ഞാനാണ് യഥാർത്ഥ നടി. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, പക്ഷേ ഇത് വളരെ രസകരമാണ്. വരൂ ജോൺ, ഇങ്ങോട്ട് വരൂ. ശരി, മിസ് ഈനിഡ്. അതായത് നിങ്ങൾ ശരിക്കും ഈനിഡ് അല്ല, നിങ്ങൾ വ്യാജനാണ്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അതാണ് നല്ലത്. ശരി, ഞാൻ സിനിമ കാണാൻ പോകുന്നു. നന്ദി. എന്റെ ടിക്കറ്റ് എവിടെ? ഓ, ദാ അവിടെയുണ്ട്. ഇത് എന്ത് തരത്തിലുള്ള സുന്ദരിയാണ്? ഹായ്, എനിക്കകത്തേക്ക് വരാമോ? നന്ദി, ഇതാ എന്റെ ടിക്കറ്റ്. നിൽക്കൂ. മാഷ്മാലോസുമായി നിങ്ങൾക്ക് അകത്തേക്ക് പോകാൻ കഴിയില്ല. മധുര പലഹാരങ്ങൾ അനുവദനീയമല്ല. ഒരു പക്ഷേ നിങ്ങൾ മനസ്സ് മാറ്റിയാലോ? എന്നോട് ക്ഷമിക്കൂ, ഇത് എന്നിൽ നടക്കില്ല. എന്ത്? ഞാൻ നിങ്ങൾക്ക് പണം തരാൻ തയ്യാറാണ്. നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഓ, നീ എന്നെ സ്വാധീനിച്ചു. ശരി, ഞാൻ നിനക്കൊരു മാഷ്മാലോ തരാം. നിൽക്കൂ. എനിക്ക് ഒരെണ്ണം വേണ്ട. എനിക്ക് ഒന്നും വേണ്ട. ഞാൻ ഭക്ഷണമില്ലാതെ സിനിമ കണ്ടോളാം. ശരിക്കും? എനിക്ക് എന്തെങ്കിലും വഴി കണ്ടെത്തണം. നിൽക്കൂ. ഞാൻ ഒരു മീൻപിടുത്തക്കാരനാകും. അത്ര തന്നെ. അടിപൊളി. ചൂണ്ടയെ കുറിച്ച് നമ്മൾ മറക്കരുത്. നിൽക്കൂ. നിങ്ങളുടെ ടിക്കറ്റ് എവിടെ? ഓ, നിങ്ങൾ അത് ശരിക്കും കളഞ്ഞുപോയോ? ഓ ഇല്ല, അവിടെയുണ്ട്. ശരി, പോയിക്കോളൂ. ഹൂറേ, ഞാൻ അകത്തു കടന്നു. ഓ, എന്റെ തൊട്ടടുത്ത് ഒരു സുന്ദരിയായ പെൺകുട്ടി. ഹലോ അവിടെ. ഹായ്, എനിക്ക് നിന്നെ ചുംബിക്കാമോ? നീ എന്താണ് ചെയ്യുന്നത്? എന്റെ അടുത്തേക്ക് വരരുത്. ഓ, എനിക്കറിയാം. എനിക്ക് ഗാർഡിന്റെ ബോക്സിൽ നിന്ന് കുറച്ച് മാഷ്മാലോസ് വേണം. അപ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടി തീർച്ചയായും എനിക്ക് അവളുടെ നമ്പർ തരും. അത് നടന്നു. ഓ, നിനക്കിത് ഇഷ്ടപ്പെട്ടോ? എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഹായ്, ഞാൻ ബ്രിട്ടാനി ബൺ. കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം തയ്യാറാകും. ഒരു സെക്കൻഡ് കാത്തിരിക്കൂ. ഇതെന്താണ്?
ഒരു മീൻപിടുത്തക്കാരന്റെ ചൂണ്ടയോ? ശരി, അവിടെ കനമുള്ള ഒരു കോക്ക് കുപ്പി ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് കാത്തിരിക്കൂ. എന്ത്? ഓ ഓ ഇത് കോക്കല്ല. എന്നോട് ക്ഷമിക്കൂ. ഒരു നുഴഞ്ഞു കയറ്റക്കാരൻ. അവനെ ഉടൻ പുറത്താക്കൂ. എന്താണ് സംഭവിക്കുന്നത്? ഇല്ല, ഇതാണ് കൂടുതൽ നല്ലത്. ശരി, ഒരു ടിക്കറ്റ്. എല്ലാം ശരിയാണ്, പക്ഷേ എനിക്ക് നിങ്ങളെ പരിശോധിക്കണം. നിങ്ങളുടെ ഹൂഡി വളരെ അയഞ്ഞതാണ്. നിങ്ങൾക്ക് അതിൽ മധുര പലഹാരങ്ങൾ കൊണ്ടുപോകാം. ആഹാ, ഞാൻ എല്ലാം കാണുന്നുണ്ട്. അത് ഇങ്ങോട്ട് തരൂ. ഓ വേണ്ട, നിൽക്കൂ. ഇത് ഗൗരവമുള്ള കാര്യമാണ്, പക്ഷെ എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയാം. എനിക്കൊരു ആശയമുണ്ട്. ഞാൻ ഇത് തുറന്ന് മേശപ്പുറത്തേക്ക് ഒഴിക്കാൻ പോകുന്നു. ഇനി നമ്മൾ തടിയുടെ കമ്പികൾ എടുത്ത് അതിലേക്ക് മാർഷ്മാലോസ് കോർക്കുന്നു. നോക്കൂ, ഇത് ശരിക്കും ഒരു അസ്ഥി പോലെയാണ്. എനിക്ക് ഇത് എന്റെ ജാക്കറ്റിനടിയിൽ ഒളിപ്പിക്കണം. നമുക്ക് പോയി ഈ ലൈഫ് ഹാക്ക് ഫലിക്കുമോ എന്ന് നോക്കാം. ഹലോ ഗാർഡ്, ഇതാ എന്റെ ടിക്കറ്റ്. മധുര പലഹാരങ്ങൾക്കായി എനിക്ക് നിങ്ങളെ പരിശോധിക്കണം. അവൻ ശ്രദ്ധിക്കാതിരുന്നാൽ മതിയായിരുന്നു, പ്ലീസ്. ഓ, നിങ്ങൾക്ക് 2 അസ്ഥികളുണ്ടോ? അതെ, ഞാൻ വളരെ വ്യത്യസ്തനാണ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓ അതെ, അത് ഫലിച്ചു. എനിക്ക് ഇപ്പോൾ സിനിമ കാണാനും എന്റെ മാർഷ്മാലോസ് ആസ്വദിക്കാനും കഴിയും. രുചികരം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓ കേറ്റ്, ഇത് നോക്കൂ. അവൾ ഒരു അസ്ഥിയാണോ തിന്നുന്നത്? അത് വിചിത്രമാണ്. നിങ്ങളുടെ ടിക്കറ്റ് അടിപൊളി. ഇനി ഞാൻ മധുരപലഹാരങ്ങൾക്കായി നിങ്ങളെ പരിശോധിക്കാം. എല്ലാം വ്യക്തമാണ്. നിങ്ങൾക്ക് അകത്തേക്ക് പോകാം. ആസ്വദിക്കൂ. അടുത്ത ആൾ. മോളെ, സ്കിറ്റിൽസുമായി നിനക്ക് സിനിമയ്ക്ക് പോകാൻ കഴിയില്ല. അതിങ്ങോട്ട് തരൂ. എന്നോട് ക്ഷമിക്കൂ, ഇതൊക്കെയാണ് നിയമങ്ങൾ. ഇത് എന്റെ മിഠായികളാണ്. ഓ, നീ ഭയങ്കര ബഹളമാണല്ലോ. ഓ ശരി, നിനക്ക് അകത്തേക്ക് പോകാം, പക്ഷെ നിലവിളിക്കരുത്. എനിക്കിപ്പോൾ ആ കൊട്ട മുഴുവൻ വേണം. ഇല്ല, അത് നടക്കില്ല. എങ്കിൽ ഞാൻ നിലവിളിക്കാൻ തുടങ്ങും. ഓ എന്റെ ചെവി. നിനക്ക് തൃപ്തിയായല്ലോ കുട്ടിപ്പിശാചേ. ഓ ഹലോ. ഓ ഓ എന്റെ ചീട്ടൂസ് താഴെ വീണു. ഗാർഡ് ശ്രദ്ധിക്കുന്നതിന് മുമ്പ് എനിക്കിത് ഒളിപ്പിക്കണം. ഓ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹലോ, ഇതാ എന്റെ ടിക്കറ്റ്. മറ്റൊരു കുട്ടി, നിന്റെ കയ്യിൽ ചീറ്റോസ് ഉണ്ട്. എങ്കിൽ ഞാൻ നിലവിളിക്കാൻ തുടങ്ങും. ഇല്ല, ഞാൻ എന്റെ ഹെഡ്ഫോൺ ധരിക്കും. എനിക്കൊന്നും കേൾക്കാൻ കഴിയില്ല. ഗാർഡ്സ്, ഇങ്ങോട്ട് വരൂ. ഇല്ല, ഒരിക്കലുമില്ല. എന്നെ വെറുതെ വിടൂ. ഞാൻ നിനക്ക് ചീറ്റോസ് തരാം. എനിക്ക് പാട്ട് കേൾക്കാം, കൂടാതെ ഒരു പുതിയ നിയമവും. വൗ, ഈ കൊച്ചു പെൺകുട്ടിയുടെ കയ്യിൽ ഒരു പെട്ടി നിറയെ മധുര പലഹാരങ്ങളുണ്ട്. ഞാൻ എല്ലാവരുമായും പങ്കിടും. അതെ, ഇതാ നിനക്ക് കുറച്ച്. എനിക്ക് M&M's ഒരുപാട് ഇഷ്ടമാണ്. അത് തമാശയാണ്. ഓ ഇത് വളരെ നല്ലതാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് അകത്തേക്ക് പോകാം. എന്തൊരു കനമുള്ള കൊട്ട. ഞാൻ ഒരുപാട് പലഹാരങ്ങൾ കൂടെ കരുതി. നിങ്ങൾ നിയമങ്ങൾ കണ്ടിട്ടില്ലേ? എനിക്ക് എല്ലാം കണ്ടുകെട്ടേണ്ടി വരും. നിൽക്കൂ. ഇല്ല 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 ഇല്ല, ഇതൊക്കെ എന്റെ പലഹാരങ്ങളാണ്. ഓ ദയവായി അരുത്. നിങ്ങൾ എല്ലാം എടുക്കുകയാണ്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. എനിക്കിപ്പോൾ സിനിമയ്ക്ക് പോകാമോ? നന്ദി, പക്ഷേ മധുര പലഹാരങ്ങളില്ലാതെ ഒരു രസമില്ല. ഹലോ,
ഞാൻ സിനിമ കാണാൻ വന്നതാണ്. നിങ്ങളുടെ തോളിൽ ഒരു യഥാർത്ഥ മനുഷ്യന്റെ കൈയുണ്ടോ? എന്തൊരു ഭീകരത! ഓ, ആരുമില്ലാത്തപ്പോൾ വേഗം പോകൂ. ഓ, ഇപ്പോൾ എനിക്ക് കുറച്ച് പലഹാരങ്ങൾ ആസ്വദിക്കാം. ആരും എന്നെ നോക്ക്. ഓ ഓ, വേണ്ട വേണ്ട വേണ്ട. ഹലോ, അതെ, ദയവായി അകത്തേക്ക് വരൂ. മധുര പലഹാരങ്ങൾ എനിക്കായി കാത്തിരിക്കുന്നു. അതെ, പോകൂ പോകൂ. ശരി, നമുക്ക് സ്കിറ്റിൽസ് ഉപയോഗിച്ച് തുടങ്ങാം. രുചികരം. ശരി, ഇപ്പോൾ എനിക്കിത് കഴിക്കാം. ഈ കൈ മധുരമുള്ള മാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഛീ, അവളൊരു കൈയാണ് തിന്നുന്നത്. വാവ്! ഓ, എനിക്ക് അസ്വസ്ഥത തോന്നുന്നു. ഇത് വെറുമൊരു മധുരമുള്ള കൈയാണ്. ശരി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ് കാര്യം. അവിടെ തമാശയുള്ള വീഡിയോകളുണ്ട്.